ഒന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 12-ാം വാക്യം പറയുന്നു, ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ നാം അംശമായി അറിയുന്നു, അപ്പോഴോ നാം അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഏറ്റവും പ്രത്യാശകരമായ അനുഗ്രഹീതമായ ഒരു വാക്യമാണ്, വചനമാണ്. ഇപ്പോൾ ഈ യേശുവിനെ ദൈവവചനമാകുന്ന കണ്ണാടിയിലൂടെ ഞാൻ കടമൊഴിയായി കാണുന്നു, എന്നാൽ അപ്പോഴോ ഞാൻ അവനെ മുഖാമുഖമായി കാണും. ഇത് നമ്മുടെ പ്രത്യാശയാണ്. നമ്മൾ വചനത്തിലൂടെ വായിച്ച, നമ്മൾ ദൈവവചനത്തിലൂടെ കണ്ട വചനമാകുന്ന ക്രിസ്തുവിനെ ഒരു ദിവസം ഞാനും നിങ്ങളും മുഖാമുഖമായി കാണുമെന്നുള്ളത് ഒരു സത്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും സമീപമായിരിക്കുന്ന, ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. കാലത്തിൻ്റെ ലക്ഷണങ്ങൾ മുഴുവൻ കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിക്കുന്നു. ഒരു ഭക്തനെ സംബന്ധിച്ച് അവൻ്റെ മരണം അവൻ്റെ പരാജയമല്ല, അവൻ്റെ തകർച്ചയല്ല, അവൻ്റെ പ്രത്യാശയാണ്, അവൻ്റെ ലാഭമാണ്, അവൻ്റെ അനുഗ്രഹമാണ്. ഒരു വിശുദ്ധനെ സംബന്ധിച്ച് യേശു കർത്താവിൻ്റെ മടങ്ങി വരവ് എന്ന് കേൾക്കപ്പെടുന്നത് ഭയത്തോടെ, ആശങ്കയോടെ കേൾക്കുന്ന ഒരു വാർത്തയല്ല, പ്രത്യാശയോടെയുള്ള കാത്തിരിപ്പിൻ്റെ അനന്തരഫലമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവ് വേഗം വരുന്നു. വേദപുസ്തകത്തിൽ, വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, അന്നാളിൽ എല്ലാ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുടച്ച് മാറ്റപ്പെടും. കർത്താവിൻ്റെ ദാസൻ ഷിജിൻ പാടിയതുപോലെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ അന്ന് തുടച്ചു മാറ്റപ്പെടും, ഹൃദയങ്ങളിൽ നിന്ന് വേദനകൾ എടുത്തു മാറ്റപ്പെടും. കർത്താവിനെ നാം മുഖാമുഖമായി കാണുന്ന ആ ദിനമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യകരമേറിയ അനുഗ്രഹീതമായ ഒരു നിമിഷമാണ്. ഒരിക്കൽ ഈ ഭൂമിയിൽ ദൈവകുഞ്ഞാടായി കടന്നു വന്നവനായ കർത്താവായ യേശു ക്രിസ്തു യഹൂദാ ഗോത്രത്തിലെ സിംഹമായി അവൻ വേഗത്തിൽ മടങ്ങി വരുവാൻ പോകുന്നു. ഒരിക്കൽ പാപം പരിഹരിക്കുവാൻ ഈ ഭൂമിയിലേക്ക് വന്ന പാപികളുടെ രക്ഷകനായ ക്രിസ്തു ഇനി മടങ്ങി വരുന്നത് പാപം പരിഹരിക്കുവാനല്ല, പാപം പരിഹരിക്കപ്പെട്ട തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കൽ രക്ഷിപ്പാൻ ഈ ഭൂമിയിലേക്ക് വന്ന കർത്താവ് അവൻ ന്യായം വിധിപ്പാനായി വേഗത്തിൽ മടങ്ങി വരുന്നു. മുൾക്കിരീടധാരിയായി ഭൂമിയിൽ കാൽവറി ക്രൂശിൽ യാഗമായ കർത്താവായ യേശു ക്രിസ്തു പൊൻകിരീടധാരിയായി മടങ്ങി വരുന്ന കാഴ്ച ഞാനും നിങ്ങൾ കാണാൻ പോവുകയാണ്. ഒരിക്കൽ ദാസനായി ഈ ഭൂമിയിലേക്ക് വന്ന് തന്നെ താൻ താഴ്ത്തിയ പുത്രനായ ക്രിസ്തു രാജാതി രാജാവായി മടങ്ങി വരുന്ന കാഴ്ച ഞാനും നിങ്ങളും കാണുവാൻ പോകുന്നു. ഒരിക്കൽ കോലിനാൽ അടിക്കപ്പെട്ട ഈ ഭൂമിയിൽ, മനുഷ്യന്റെ കോലിനാൽ അടിക്കപ്പെട്ട കർത്താവ് ഇരുമ്പ് കോൽ കൊണ്ട് ഈ ഭൂമിയെ വിധിപ്പാൻ, ന്യായം വിധിപ്പാൻ മടങ്ങി വരുന്ന കാഴ്ച ഞാനും നിങ്ങളും കാണാൻ പോകുന്ന പ്രിയപ്പെട്ടവരെ. സൗമ്യനായി കഴുതപ്പുറത്ത് വാഹനമേറി വന്ന യേശു കർത്താവ് ഓശാന ദിനത്തിൽ ജനമെല്ലാം ചേർന്ന് അവന് ഓശാന പാടിയ കഴുതമേൽ വാഹനമേറിയ കർത്താവ് രാജാതിരാജാവും കർത്താതി കർത്താവുമായി വെള്ളക്കുതിരമേൽ കടന്നു വരുന്ന കാഴ്ച അവൻ്റെ മടങ്ങി വരവിങ്കിൽ ഞാനും നിങ്ങൾ കാണാൻ പോകുന്ന പ്രിയപ്പെട്ടവരെ. ഒരിക്കൽ ക്രൂശിൽ മരിക്കുവാൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന ക്രൂശിതനായ ക്രിസ്തുവിനെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന രാജാതിരാജാവായി ഞാനും നിങ്ങളും കാണാൻ പോകുന്ന പ്രിയപ്പെട്ടവരെ. ഈ ഭൂമിയിലേക്ക് ഒരിക്കൽ കടന്നു വന്നപ്പോൾ സ്വന്തക്കാർ പോലും അംഗീകരിക്കാതിരുന്ന ക്രിസ്തുവിൻ്റെ മുൻപിൽ എല്ലാം മുട്ടും മടങ്ങുന്ന, എല്ലാം നാവും യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുന്ന ആ സുദിനം ഏറ്റവും സമാഗതമായിരിക്കുന്നു. ഒരിക്കൽ ബേത്ലഹേമിൽ കടന്നു വന്ന് ജനിച്ച ആ പുത്രനായ ക്രിസ്തു ഒലൂമലയിൽ തൻ്റെ പാദസ്പർശമേൽക്കുവാൻ ഏറ്റവും സമയമെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ. കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കപ്പെടുന്ന, നിരാശകൾ മാറുന്ന, പ്രത്യാശ നിർഭരമാകുന്ന ആ സുദിനം, ആ ദിനം ഏറ്റവും അടുത്തിരിക്കുന്നു. മറ്റെന്തിനേക്കാളും അധികം നമ്മളുടെ അകത്ത് ആ ഒരു ചിന്ത ഭരിക്കട്ടെ. 5 കന്യകമാർ വിളക്കിനോട് കൂടെ എണ്ണയും എടുത്തുകൊണ്ട് മണവാളനെ കാത്തിരുന്നത് പോലെ കർത്താവിൻ്റെ ആ മടങ്ങി വരവിന് വേണ്ടി, യേശുവിൻ്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു തലമുറയായി ഉണർന്ന് പ്രാർത്ഥിച്ച് വിശുദ്ധിയോടെ, വിശ്വാസത്തോടെ ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന ഒരു തലമുറയായി പരിശുദ്ധാത്മാവെന്നെ നിങ്ങളെ മാറ്റട്ടെ. അതെ, നിശ്ചയമായും അന്നാളിൽ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കപ്പെടും, വേദനകൾ മാറ്റപ്പെടും. കർത്താവിൻ്റെ വരവ് അതിവേഗത്തിൽ സംഭവിക്കുവാൻ പോകുന്നു. നാം ഈ ഭൂമിയിലായിരുന്നതായ സമയത്ത് നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, നമ്മുടെ കാലിനെ വീഴ്ചയിൽ നിന്നും, നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച യേശുവിനെ നമ്മൾ നേരിട്ട് കാണുമെന്ന് പറയുന്നത് എത്ര പ്രത്യാശ നിറഞ്ഞൊരു നിമിഷമാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ എത്ര പേരത് ആഗ്രഹിക്കുന്നു? നിങ്ങളുടെ പാപത്തിൽ നിങ്ങളെ രക്ഷിച്ച, നിങ്ങൾക്ക് സമാധാനം നൽകിയ, നിങ്ങൾക്ക് രക്ഷ നൽകിയ, നിങ്ങളുടെ കണ്ണുനീരിനെ ഭൂമിയിൽ തുടച്ച, നിങ്ങളുടെ വേദനകളെ മാറ്റിയ, നിങ്ങളുടെ നിരാശകളെ നീക്കിയ, നിങ്ങൾക്ക് സമാധാനം നൽകിയ ആ കർത്താവിനെ
നേരിട്ടൊരു ദിവസം നിങ്ങൾ കാണുന്നു എന്ന് പറയുന്നത് എത്ര എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു നിമിഷമാണ്. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ ഉള്ളത്തിൽ പറയുന്ന, കർത്താവെ അത് വേഗത്തിൽ സംഭവിക്കണം, അത് അതിവേഗത്തിൽ സംഭവിക്കണമെന്ന് പോലും ചിന്തിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. ആ ദിനം ഏറ്റവും അടുത്തിരിക്കുന്നു, ആ ദിനം ഏറ്റവും അരികിൽ വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് വിടുവിച്ച, നമ്മുടെ കാലിനെ വീഴ്ചയിൽ നിന്ന് വിടുവിച്ച, നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച നിത്യരക്ഷകനായ വഴിയും സത്യവും ജീവനുമായ യേശു കർത്താവിനെ നാം നേരിട്ട് കാണുന്ന ആ ദിനങ്ങൾ ഏറ്റവും അരികെ എത്തിയിരിക്കുകയാണ്. അതിനുവേണ്ടി നമുക്കൊരുങ്ങാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ പാടിയതുപോലെ, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും, എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച കർത്താവെ, നിന്റെ പൊന്മുഖം കാണുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.